ഹായ്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് എന്താ, നമ്മൾ ഒരു റിലേഷൻഷിപ്പിൽ നന്നായി തിരക്കിട്ട് ജോറായിട്ട് പണികൾ ചെയ്യുന്നു, വീട്ടുകാര്യങ്ങൾ നോക്കുന്നു, ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നു, അപ്പോൾ ഒരു പെർഫെക്റ്റ് പാർട്ട്ണറായി എന്നാണോ? പക്ഷേ ചില സമയങ്ങളിൽ നമ്മുടെ പാർട്ട്ണർ പറയും, എനിക്കൊന്നും തിരിച്ചു കിട്ടുന്നില്ല എന്ന്. നമ്മളാകെ സന്യസിച്ച് പോവും. ഞാൻ എല്ലാം ചെയ്തിട്ടും എന്താ ഇവൾ ഇങ്ങനെ പറയുന്നത്, അല്ലെ എന്താ ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത്? കാരണം റെസ്പോൺസിബിലിറ്റീസ് ചെയ്തു തീർക്കുന്ന ഒരു മെഷീനല്ല നമ്മൾ. ബന്ധങ്ങളിൽ ഡ്യൂട്ടീസ് മാത്രം മതിയാവില്ല. അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനായി കാണുക. പല ആളുകളും ബന്ധങ്ങളെ ഒരു ചെക്ക് ലിസ്റ്റ് പോലെയാണ് കാണുന്നത്. വീട്ടിലേക്ക് സാധനം വാങ്ങുന്നു, ബില്ലടച്ചു, കുട്ടികളെ സ്കൂളിൽ വിട്ടു, കടമകളെല്ലാം തീർക്കും. പക്ഷേ പാർട്ട്ണറോട് ഒരു 5 മിനിറ്റ് മിണ്ടാൻ, അവരുടെ സങ്കടങ്ങൾ ചെവി കേൾക്കാൻ സമയം കാണില്ല. കടമ മാത്രം ചെയ്താൽ ആളുകൾ കൂടി ജീവിക്കും, പക്ഷേ അവർക്കൊരു കണക്റ്റഡായി തോന്നില്ല. ഒരു വീട്ടിൽ താമസിക്കുന്നു, പക്ഷേ തമ്മിൽ ചിരിയില്ല, ഒരു വാക്ക് പറയുന്നില്ല. ഇതിന് പറയുന്ന പേരാണ് ഫങ്ഷണൽ റിലേഷൻഷിപ്പ് എന്നാണ്. അതായത് ഒരു ഓഫീസ് പോലെ ബന്ധം. വർക്ക് ചെയ്യുന്നു, പക്ഷേ ഒരു ആത്മാർത്ഥത, ഒരു ഇൻറ്റിമസി ഇല്ല. അത് നഷ്ടപ്പെടുന്നു. പ്രത്യേകിച്ചൊരു കാരണമൊന്നുമില്ലാതെ ഒരു ചിരി, ഒരു ഹഗ്, ഇന്ന് നീ വളരെ സുന്ദരിയായിരിക്കുന്നു, ഇന്ന് നീ വളരെ നന്നായി ഈ കാര്യം ചെയ്തത് എന്നൊക്കെയുള്ള ചെറിയ വാക്കുകളാണ് ഒരു മനുഷ്യൻ്റെ ബന്ധങ്ങൾ ഫുൾഫില്ല് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസിൽ കഴിയുന്ന ആളുകളാണെങ്കിൽ, നീ ഇന്ന് കഴിച്ചോ, എന്താ നീ ഭയങ്കര ഉഷാറായി കഴിയണം, നീ ഹെൽത്തി ആയിരിക്കണം കേട്ടോ, നിനക്ക് സുഖമാണോ, കുട്ടികളുടെയും വീട്ടിലെ ചിലവിനെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നതിനിടയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് അവരുടെ കാര്യം ഒന്ന് അന്വേഷിക്കുക. നീ ഇന്നലെ മരുന്ന് കഴിച്ചോ, എങ്ങനെയുണ്ട്, സുഖമുണ്ടോ? അതുപോലെ തന്നെ എനിക്ക് ഇന്നലെ ഭയങ്കര മിസ്സായിട്ടോ, എനിക്ക് രാത്രി കിടന്നപ്പോൾ ഭയങ്കര സങ്കടമായി, എന്നാൽ ജോലി തിരക്ക് കാരണം ഞാൻ ഇനി അയച്ച മെസ്സേജ് നോക്കാഞ്ഞത് കേട്ടോ. അപ്പോൾ ആ മെസ്സേജ്, കാണാത്ത മെസ്സേജിനുള്ള റിപ്ലൈ നിങ്ങൾക്ക് എപ്പോൾ കൊടുക്കാം? പിറ്റേന്ന് ഫോൺ എടുക്കുന്നതിന് ശേഷം കൊടുക്കാം. ഇന്നലെ ഞാൻ ആകെ ടയേർഡായി, ഉറങ്ങിപ്പോയടാ, അതുകൊണ്ട് കേട്ടോ റിപ്ലൈ തരാഞ്ഞത്. എനിക്ക് നല്ല സങ്കടം ഉണ്ടായി, നിൻ്റെ മെസ്സേജിന് റിപ്ലൈ അത്രയ്ക്ക് ടയേർഡായി പോയിട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർക്ക് അയ്യോടാ പാവം, അത്ര ക്ഷീണിച്ചോ എന്നുള്ള ആ ഒരു സ്നേഹം കൂടത്തേ ഉള്ളൂ. നിങ്ങളതൊന്നും പറയാതെ, ഈ ജോലിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ നിൻ്റെ ഒരു അത്തരം സ്വഭാവങ്ങളൊക്കെ മാറ്റി നിർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ആ ബന്ധം എന്ത് സുന്ദരമായിരിക്കും അല്ലേ? അതുപോലെ പാർട്ട്ണർ ഒരു സങ്കടം പറയുമ്പോൾ അത് ഫുള്ള് കേൾക്കുക. അത് കേട്ടിരുന്നാൽ തന്നെ മതി. അത് ഞാൻ നിനക്ക് അത് ചെയ്തു തന്നല്ലേ, പിന്നെന്താ എന്ന് പറയാൻ പാടില്ല. അവരുടെ മനസ്സിലുള്ള ഫീലിംഗ് തിരിച്ചറിയാൻ ശ്രമിക്കുക. അവരുടെ ഇമോഷൻസിനെ കേൾക്കുന്നത് ഒരു റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമല്ല, അത് കെയറിൻ്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കുക. സോ ഫ്രണ്ട്സ്, റെസ്പോൺസിബിലിറ്റീസ് നന്നായി ചെയ്യുന്നത് വളരെ നല്ലതാണ്. അത് ബന്ധങ്ങളുടെ തൂണുകളാണ്. പക്ഷെ തൂണുകൾ മാത്രം പോരാ, അതിന് അലങ്കാരമായി സ്നേഹവും കെയറും വേണം. എൻ്റെ ഡ്യൂട്ടീസ് ഞാൻ ചെയ്യുന്നുണ്ടല്ലോ എന്ന ആ അഹങ്കാരം നമ്മൾ എന്ന് നിർത്തുന്നു, അന്ന് നമ്മുടെ ബന്ധങ്ങളൊക്കെ വളരെ സന്തോഷമായി മുന്നോട്ട് പോകും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആ അഹങ്കാരമില്ലാതെ പാർട്ട്ണറുടെ മനസ്സിനെ കൂടി അറിയാൻ ശ്രമിക്കുക. നിങ്ങൾ ഈ പറയുന്നതിൽ യോജിപ്പുണ്ട് എന്ന് തോന്നിയാൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.